മക്കളെ, അപ്പൊ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അഭിപ്രായ കുറിപ്പ് എഴുതുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കുറിപ്പുകൾ എഴുതുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളത് ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു അഭിപ്രായ കുറിപ്പ് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ എഴുതുക എന്നാണ് എൻ്റെ കുട്ടികളോട് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അഭിപ്രായ കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായം ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളത് വിശകലനം ചെയ്ത് നമ്മൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ അഭിപ്രായമാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ ഒരു അഭിപ്രായ കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നാണ് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങൾ നന്നായിട്ട് വിശകലനം ചെയ്തിട്ട് മാത്രം അഭിപ്രായം തയ്യാറാക്കുക. അപ്പം നമ്മളുടെ ചോദ്യത്തിൽ എന്താണോ തന്നിരിക്കുന്നത്, അപ്പോൾ ഒരു അഭിപ്രായം പറയാമെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സമകാലീന നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും സമകാലീന പ്രസക്തിയുള്ള ഒരു ഭാഗം അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ അഭിപ്രായം എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അച്ഛൻ മക്കളുടെയും ഇപ്പത്തെ അല്ലെങ്കിൽ അവരുടെ ബന്ധം തമ്മിലുള്ള അവരുടെ ഇടയിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ മുകളിലുള്ള കവിത വായിച്ചുകൊണ്ട് ഇന്ന ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതുക, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കണം. ചിലപ്പോൾ ഒരു കവിതയോ അല്ലെങ്കിൽ ചെറിയ 2 ലൈൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് വേണം നിങ്ങൾ അഭിപ്രായം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഭിപ്രായം വ്യക്തമായും ശക്തമായും പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഴുതണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് ആ ഒരു ഖണ്ഡിക വായിക്കുമ്പോൾ നമുക്ക് തോന്നണം. ഓക്കെ, ഇനി പ്രശ്നത്തോടുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. അപ്പോൾ നമ്മളുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അപ്പോൾ ആദ്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, അഭിപ്രായ കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ഖണ്ഡിക തിരിച്ചെഴുതണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾ വ്യക്തമാക്കണം. അതിനുശേഷം നമ്മളുടെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പറയണം. അപ്പോൾ അവിടെ പ്രശ്നത്തോടുള്ള നിങ്ങളുടെ നിലപാടാണ് അവിടെ പറയേണ്ടത് അല്ലെ. എന്താണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ രീതിയിൽ ആ പ്രശ്നം ഏത് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് അതിൽ നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിൽ അവിടെ വ്യക്തമായി കൊടുക്കണം. ഓക്കെ, ഇനി വാക്യത്തിൻ്റെ ഘടനയിൽ വ്യക്തത, അതുപോലെ തന്നെ ചിഹ്നം എന്നിവ കൃത്യമായി അക്ഷര തെറ്റില്ലാതെ എഴുതണം. അതായത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഭംഗിയോടുകൂടെ കൃത്യമായിട്ട് അക്ഷര തെറ്റില്ലാത്ത നല്ല വാക്യങ്ങളിൽ എഴുതിയാൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു അഭിപ്രായ കുറിപ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്ന ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം, അത് വിശകലനം ചെയ്യണം, അത് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എഴുതണം. അതിനുശേഷം നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിലപാട് അവിടെ പറയുക എന്നുള്ളതാണ് നല്ല ഭാഷയിൽ എൻ്റെ കുട്ടികൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇതാണ് അഭിപ്രായ കുറിപ്പ് എഴുതുമ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് നമ്മളുടെ ഫൈനൽ മാരത്തോൺ ആണ് ഇന്ന്. ഒരുപാട് അഭിപ്രായ കുറിപ്പുകളുടെ ഒക്കെ എങ്ങനെയാണ് ഒരു അഭിപ്രായ കുറിപ്പ് എഴുതുക, ഏതൊക്കെ അഭിപ്രായ കുറിപ്പുകളാണ് വരിക എന്നൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ 7:30 നമ്മുടെ ലൈവിന് എൻ്റെ കുട്ടികൾ എല്ലാവരും എത്തണം. അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.